എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിൽ പി ദിവ്യയുടെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. നിമിഷയുണ്ട് വിശദാംശങ്ങളുമായി. നിമിഷ, ഇന്ന് ഏറെ നിർണായകമായ ഒരു ദിവസമാണ് പി ദിവ്യയുടെ ഇത് സംബന്ധിച്ച്. എങ്ങനെയായിരിക്കും വിവരങ്ങൾ? തുളസി, പി ദിവ്യയ്ക്ക് എന്ന നിർണായകം എന്ന് തന്നെയാണ് പറയേണ്ടത്. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇന്ന് വിധി പറയുക. 11 മണിയോടെയാണ് വിധി വരിക. 5-ാം തീയതി വിശദമായി തന്നെ വാദം കേട്ട കോടതി 8-ാം തീയതിയിലേക്ക് വാദം, അതായത് വിധി പറയുന്നതിനായി മാറ്റിവെക്കുകയായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ അതേ ജഡ്ജി തന്നെയാണ് ജാമ്യാപേക്ഷയിലും വിധി പറയുക. അന്വേഷണവുമായി സഹകരിച്ചെന്നും ജാമ്യം നൽകണമെന്നുമായിരുന്നു ദിവ്യയുടെ വാദം. എന്നാൽ എ.ഡി.എം. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് സാഹചര്യ തെളിവ് ഉണ്ട് എന്നാണ് പ്രതിഭാഗം വാദിച്ചത്. എന്നാൽ അന്നത്തെ ആരോപണം നല്ല ഉദ്ദേശത്തിലായിരുന്നുവെന്നും അതുപോലെ തന്നെ അന്നത്തെ യോഗത്തിലെ സംസാരം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നും കോടതിയിൽ പ്രതിഭാഗം സമ്മതിച്ചിരുന്നു. എന്നാൽ ജാമ്യം നൽകുന്നതിനായി പ്രോസിക്യൂഷനും അതുപോലെ തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബവും എതിർത്തിട്ടുണ്ട്. 11 ദിവസമായി പള്ളിക്കുന്നിലെ വനിതാ ജയിലിൽ റിമാൻഡിലാണ് പി ദിവ്യ. ചൊവ്വാഴ്ചയോടെയാണ് റിമാൻഡ് കാലാവധി അവസാനിക്കുന്നത്. ഇന്നത്തെ ദിവസം ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ ദിവ്യയ്ക്ക് പുറത്തിറങ്ങാം. അതേസമയം ഇന്ന് കോടതി ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ദിവ്യയുടെ തീരുമാനം. തുളസി, നിമിഷ, രണ്ട് സാധ്യതകളാണ്. ഒന്നുകിൽ ജാമ്യം അനുവദിക്കും, അല്ലെങ്കിൽ നിഷേധിക്കും. ഈ ജാമ്യാപേക്ഷ നിഷേധിക്കുകയാണെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടി എങ്ങനെയായിരിക്കാം? ഈ ചോദ്യം ചെയ്യലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. തുളസി, ഇന്ന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ ദിവ്യയ്ക്ക് പുറത്തിറങ്ങാനാവും. അതേസമയം ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ ദിവ്യ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അതുപോലെ തന്നെ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നും അറിയാം. കൂടുതൽ അന്വേഷണങ്ങളിലേക്കും കൂടുതൽ കാര്യങ്ങളിലേക്കും എല്ലാം പോലീസ് കടക്കുമെന്നുമാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിൽ പി ദിവ്യയുടെ ജാമ്യാപേക്ഷയിൽ ഇന്നാണ് വിധി പറയുക. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ഏറെ നിർണായകമായൊരു ദിവസം തന്നെയാണ് ഇന്ന് പി ദിവ്യയെ സംബന്ധിച്ച്. കഴിഞ്ഞ ദിവസം വാദമുഖങ്ങളിൽ തന്നെ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ നവീൻ ബാബുവിന്റെ കുടുംബവും ദിവ്യക്കെതിരെ നിരവധി ആരോപണങ്ങളും അതുപോലെ തന്നെ വാദമുഖങ്ങളും ഇത് മനഃപൂർവ്വമായിരുന്നു, അപമാനിക്കാൻ വേണ്ടി, നവീൻ ബാബുവിനെ അപമാനിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ചെയ്തതായിരുന്നു, ജാമ്യം അനുവദിക്കരുത്, ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ഒരു സാധ്യത ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളെ അടക്കമുള്ള വാദമുഖങ്ങൾ കോടതിയിൽ വാദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എത്രമാത്രം ദിവ്യയ്ക്ക് ഇന്ന് ജാമ്യം ലഭിക്കും അല്ലെങ്കിൽ ലഭിക്കില്ല എന്നതിൽ ഇന്ന് വളരെ നിർണായകമായൊരു ദിവസം തന്നെയാണ്. വിവരങ്ങളാണ് നിമിഷ നൽകിയത്.